ഒരു കാര്യം പറഞ്ഞാൽ വിഷമമാകരുത്. ഒത്തിരി പേര് പറയാനായിട്ട് ഈ ബ്രദറെ പ്രാർത്ഥനകളിലൊക്കെ വരാം. പക്ഷേ ഇപ്പോൾ ഒന്നാമത് അപ്പനും അമ്മയും ജീവിച്ച് അവർക്കിത് ഇഷ്ടമല്ല. രണ്ടാമത് മക്കളൊക്കെ ഇങ്ങനെ കല്യാണ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുക. ഈ അപ്പനും അമ്മയും മരിച്ച് ഇവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ വരും. നമ്മളൊന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ ദൈവത്തെ വിളിക്കും. പക്ഷെ അവിടെ വരെ ജീവിക്കുന്നുണ്ടോ തെളിയും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ് ഇത്. കർത്താവിനെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കും, കർത്താവിൽ നിന്ന് ഒരുമിച്ച് നമ്മൾ പ്രാപിക്കും. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ സമയത്ത് ഓൺലൈൻ കാണുന്ന വ്യക്തികൾ നിങ്ങൾ കമൻറ്റുകൾ ഇടുക, നിങ്ങൾ ലൈവ് ചാറ്റിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക, എവിടെ നിന്നാണ് വരുന്നതെന്ന് മെൻഷൻ ചെയ്യുക. ഞങ്ങൾക്ക് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 1-2 കീ സ്പോൺസേഴ്സാണ്. ഒന്ന് എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്, സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വി പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. അപ്പോൾ തന്നെ ഇന്ന് ഭർത്താവ് അജിത് എബ്രഹാമിൻ്റെ 50th ബർത്ത്ഡേ ആണ്. വാവ്, ഗോൾഡൻ ജൂബിലി. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അജിത് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ 50th ഇയറിൽ ഇതുവരെ അങ്ങ് നടത്തിയ എല്ലാ നന്മകൾക്കും, അങ്ങ് ചെയ്ത ഫെയ്ത്ത്ഫുൾനെസ്സിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി മുൻപിലേക്ക് അനേക ഡെക്കേഡ്സുകൾ കർത്താവെ അങ്ങ് സഹോദരന് കൂടെ ഇരുന്ന് അങ്ങ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മക്കളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ മുഴുവനുമായി ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഗൾഫിൽ കർത്താവെ സമാധാനം വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയാണല്ലോ ബ്രദർ ആയിരിക്കുന്നത്. അവിടെ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവിക സമാധാനം വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ള സ്പോൺസർ ഖത്തറിൽ നിന്ന് മേഘനാഥാണ്. ഇന്ന് മേഘനാഥിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമ്മുടെ ഖത്തർ ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെ അംഗമാണ് മേഘനാഥ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഖത്തറിലുള്ള ആ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതകരമായി കർത്താവ് മേഘനാഥിനെ ബ്ലെസ് ചെയ്യണമേ. ഈ വർഷം ബിസിനസ്സിൽ വലിയ ഉയർച്ചകൾ കാണട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കുടുംബത്തിൽ കർത്താവിന് അനുഗ്രഹം വന്നു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ആഴ്ചകളിൽ നടക്കുന്ന മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കാണാൻ പോവുകയാണ്. നാളെ നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുന്നു. നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേ ചർച്ച് കൊച്ചിയിൽ കടന്നു വരിക. മറ്റന്നാൾ സാറ്റർഡേ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് നടക്കുന്നു. സോ അതിനെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരാം. അപ്പോൾ തന്നെ അടുത്ത ആഴ്ചകളിൽ നമുക്ക് നടക്കുന്ന സമ്മർ സ്പ്ലാഷിനും ടീൻ കോൺഫറൻസിനും എല്ലാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ മക്കളെ അയക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു.
വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 2 വ്യാഴാഴ്ച. നിങ്ങളുടെ ഡയറി എടുക്കുക, ഏപ്രിൽ 2 പോവുക. ഇന്നത്തെ ഫോക്കസ് വേർഡ് പീസ്. വാവ്, നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടെ സംസാരിക്കുന്നത് നല്ലതാണെന്നാണ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഇല്ല എന്ന് തോന്നുന്ന ഒന്നാണ് പീസ്. ഒരു ദിവസം അയ്യോ മനസ്സമാധാനമില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നത്, ബ്രദറെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഐസിയ 26:3 ആണ് നമ്മുടെ ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഏഷ്യാവിൻ്റെ പുസ്തകം 26:3 യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് ഹൂസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ് ബിക്കോസ് ദേ ട്രസ്റ്റ് ഇൻ യു. അപ്പോൾ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലേ, നിന്നിൽ ആശ്രയിക്കുന്നവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന, അല്ലെങ്കിൽ നിന്നിൽ വിശ്വസിക്കുന്നവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന, അവരുടെ മനസ്സിനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന. ഇതൊന്ന് ടൈപ്പ് ചെയ്തിടണം. നമ്മുടെ എല്ലാവരും ഈ സമയത്ത് ഒരു നിമിഷം ഒന്ന് കമൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് പീസ്, PEACE ആക്കി കളയരുത്, പീസ് കഷ്ണാക്കി കളയരുത്, പീസ് PEACE പീസ് എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. അവിടെ ഒരു ഡെക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, ദ പീസ് ഓഫ് ഗാഡ്സ് മൈ ഹാർട്ട് ആൻഡ് മൈൻഡ് ടുഡേ. ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ഇന്ന് കാക്കുന്നു. ഐ ലിവ് ഇൻ സൂപ്പർനാച്ചുറൽ കാം ആൻഡ് കോൺഫിഡൻസ്. ഞാൻ അസാധാരണമായ ദൈവികമായ ശാന്തതയിലും ആത്മവിശ്വാസത്തിലും ജീവിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിക്കണേ. പീസിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. നമ്പർ 1, പെർഫെക്റ്റ് പീസ് കംസ് ഫ്രം ട്രസ്റ്റ് ഇൻ ഗോഡ്. അതൊരു ഭയങ്കര ഫോർമുലയാണ്. നമുക്ക് പൂർണ്ണമായ സമാധാനം എങ്ങനെയാണ് കിട്ടുന്നത്? കർത്താൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് പീസ്ഫുള്ളാകും. ഉദാഹരണത്തിന്, വലിയ പ്രശ്നത്തിലൂടെ പോകുന്ന സമയത്ത് കർത്താവ് നോക്കിക്കോളും ബ്രദറെ, കർത്താവ് ഇത് ശരിയാക്കും സിസ്റ്ററെ എന്ന് ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ, ഓക്കെ, അപ്പോൾ ഈ കാര്യം ശരിയാകും, കർത്താവ് ശരിയാക്കും. അപ്പോൾ ശരിയാകുമല്ലേ? ഒരാളൊക്കെ അയാൾ വിശ്വസിച്ചാൽ. സോ പെർഫെക്റ്റ് പീസ് കംസ് ഫ്രം ട്രസ്റ്റ് ഇൻ ഗോഡ്. കർത്താവിലുള്ള പൂർണ്ണമായ ആ ആശ്രയത്തിൽ നിന്നാണ് പൂർണ്ണമായ പൂർണ്ണമായ സമാധാനം നമുക്ക് വരുന്നത്. സോ ഹിയർ ഐസിയ ടീച്ചേഴ്സ് ദാറ്റ് പീസ് ഈസ് കണക്റ്റഡ് ടു ട്രസ്റ്റ് ഇൻ ഗോഡ്. അപ്പോൾ ഏഷ്യാവ് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, പീസ് ഈസ് കണക്റ്റഡ് ടു ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിലാണ് സമാധാനം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സമാധാനം എന്തിലാണ്? കർത്താവിനോടുള്ള ഒരു ട്രസ്റ്റിലാണ്, ആ ബന്ധത്തിലാണ് സമാധാനം നമുക്കുണ്ടാകുന്നത്. When the heart rests in God's faithfulness, anxiety loses its power. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഹൃദയം അങ്ങ് വിശ്രമിക്കുമ്പോൾ കർത്താവ് ചെയ്തോളും. വിളിച്ച ദൈവം വിശ്വസ്തൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിളിച്ച ദൈവം വിശ്വസ്തൻ. പറഞ്ഞേ, വിളിച്ച ദൈവം വിശ്വസ്തൻ. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? God who called you is faithful. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. എല്ലാവരും ടൈപ്പ് ചെയ്യുക, എല്ലാവരും കാണട്ടെ. ഒരാൾ ടൈപ്പ് ചെയ്ത് ഞാൻ എന്തിനാണ് ടൈപ്പ് ചെയ്യുന്നത്? പക്ഷേ എൻ്റെ സാക്ഷ്യമാണ്, എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഡെക്ലറേഷനാണ്. സോ when the heart rests in God's faithfulness, anxiety loses its grip, loses its power. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ഹൃദയം ആശ്രയിക്കുമ്പോൾ എല്ലാവിധ ആകാംക്ഷയും അതിൻ്റെ ശക്തിയും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു കാര്യം പറഞ്ഞാൽ വിഷമമാകരുത്, കേൾക്കണം. പീസ് ഡസ് നോട്ട് കം ഫ്രം പെർഫെക്റ്റ് സർക്കംസ്റ്റൻസസ്. നമ്മൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നല്ല സമാധാനം വരുന്നത്. നമ്മളിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയായി കഴിയുമ്പോൾ ഒത്തിരി പേര് പറയാനായിട്ട്, ബ്രദറെ പ്രാർത്ഥനകളിലൊക്കെ വരാം, പക്ഷേ ഇപ്പോൾ ഒന്നാമത് അപ്പനും അമ്മയും ജീവിച്ച് അവർക്കിത് ഇഷ്ടമല്ല. രണ്ടാമത് മക്കളൊക്കെ ഇങ്ങനെ കല്യാണ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ അപ്പനും അമ്മയും മരിച്ച് ഇവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ വരാം. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എല്ലാം ഒന്ന് സെറ്റിലായി നമ്മളൊന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ ദൈവത്തെ വിളിക്കുക. പക്ഷേ അവിടെ വരെ ജീവിക്കുന്നത് എന്താ തെളിവ്?
അതിൽ നിന്നല്ല ഇതൊന്നും സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുന്നത്. അപ്പോൾ ചിലർ പറയുന്ന ഇതാണ്, ഈ എൻ്റെ കടമൊക്കെ മാറി, ഇന്നത്തെ കണ്ണുനീരെല്ലാം മാറി, ഇന്നത്തെ അവസ്ഥകൾ, നാത്തൂനൊക്കെ ഒന്ന് നന്നായി, അമ്മാവിയമ്മ ഒന്ന് മാനസാന്തരപ്പെട്ട്, എൻ്റെ ഭർത്താവും നല്ല സ്വഭാവമൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും. അത് സ്വപ്നം, അത് വെറുതെ കിനാവുകൊണ്ടിരിക്കുക എന്നുള്ളത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവരൊന്നും മാറില്ലെന്നല്ല, പക്ഷേ അതിലല്ല എൻ്റെ സ്വസ്ഥത. എൻ്റെ സ്വസ്ഥത ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. ദൈവസിംഹാസനത്തിലുള്ളത് കൊണ്ട് എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. അവൻ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അവൻ എൻ്റെ നടത്തിപ്പുകാരനായതുകൊണ്ട് എൻ മനമേ സ്വസ്ഥമായിരിക്കുക. അല്ലെങ്കിൽ എത്ര വലിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം വന്നാലും അതിനിടയിലും എൻ മനമേ സ്വസ്ഥമായിരിക്കുക. സാം 56 verse number 3 and 4, സങ്കീർത്തനങ്ങൾ 56:3-4. When I am afraid, I put my trust in you. ഞാൻ ഭയപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ആശ്രയം നിന്നിൽ വയ്ക്കുന്നില്ല, ഞാൻ നിന്നിൽ വിശ്വസിക്കും. ഭയം വരുമ്പോൾ ഞാൻ നിന്നിൽ വിശ്വസിക്കും. Proverbs 3:5 and 6. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5-6. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തിൽ, കർത്താവിൽ ആശ്രയിക്കുക. ജോൺ 14:27. യോഹന്നാൻ്റെ സുവിശേഷം 14:27. പീസ് ഐ ലീവ് വിത്ത് യു, മൈ പീസ് ഐ ഗിവ് യു. ഈ പീസിനൊരു പ്രത്യേകത ഉണ്ട്, സമാധാനത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, കൊടുക്കാൻ പറ്റും. കേട്ടില്ല? പീസ് ഗിവേഴ്സായി നമുക്ക് മാറാൻ കഴിയും. പീസ് മേക്കേഴ്സായി നമുക്ക്, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാൻ കഴിയും. സമാധാനം കൊടുക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയും. ഈ മനുഷ്യൻ എനിക്കൊരു സമാധാനവും തരുന്നില്ല. അപ്പോൾ സമാധാനം തരാൻ കഴിയും, സമാധാനം കൊടുക്കാൻ കഴിയും. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ പോവുക മക്കളെ, പിതാവിൻ്റെ അടുക്കിലേക്ക് പോയത്, പക്ഷേ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുമോ? ഞാൻ അനുഭവിക്കുന്ന സ്വസ്ഥത, ഞാൻ അനുഭവിക്കുന്ന ശാന്തത, ഞാൻ അനുഭവിക്കുന്ന ട്രാങ്ക്വിലിറ്റി, മൈ പീസ് ഐ ലീവ് വിത്ത് യു. ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടാണ് പോകുന്നത്. മൈ പീസ് ഐ ഗിവ് യു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. സോ ട്രസ്റ്റ് ആങ്കേഴ്സ് ദ ഹാർട്ട് ഇൻ ഗോഡ്സ് സ്റ്റെബിലിറ്റി. ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ട്. ദൈവത്തിന് മൂഡ് സ്വിങ്സ് ഇല്ല. ദൈവത്തിന് മനസ്സിൽ ചാഞ്ചാട്ടമില്ല. നമ്മൾ ചില കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര ചിരിച്ച് കളിച്ച് തളർന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് വാവിട്ട് കരഞ്ഞുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾ, ഉറക്കെഴുന്നേൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഓടിച്ചെന്ന് ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ അതങ്ങ് ശാന്തമായി. കുഞ്ഞുങ്ങളുടെ മൂഡാണ് പെട്ടെന്ന് മാറുന്നത്. ചിരിക്കും, കരയും, കണ്ണീരിനിടയിലൂടെ ചിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം കുഞ്ഞുങ്ങളുടേതാണ്. മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ സ്റ്റേബിളായി. എങ്കിലും സ്റ്റേബിളല്ല, ശരിക്കും സ്റ്റേബിൾ ക്യാരക്ടർ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിനെ മാറ്റമില്ലാത്തവൻ, ദി അൺചേഞ്ചിങ് നേച്ചർ ഓഫ് ഗോഡ്, ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്പർ 2, പീസ് റിക്വയർസ് എ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്. സ്ഥിരതയുള്ള ഒരു മനസ്സിന് മാത്രമേ സമാധാനം ഉണ്ടാകുള്ളൂ. അസ്ഥിരമാനസന് സമാധാനം ഉണ്ടാവില്ല. സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയിക്കുന്ന നിമിത്തം അവൻ അവരെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? സ്ഥിരത, മെൻ്റൽ സ്റ്റെബിലിറ്റി, സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പീസ് റിക്വയർസ് എ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്. നല്ല സ്ഥിരതയുള്ളൊരു മൈൻഡ് പീസിന് ആവശ്യമാണ്, സമാധാനത്തിന് ആവശ്യമാണ്. ദ വേർഡ് സ്പീക്സ് അബൌട്ട് എ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്. യെശയ്യാ 26:3 നമ്മൾ കണ്ടത്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കുന്ന നിമിത്തം അവരെ പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു. അപ്പോൾ സമാധാനം വളരണമെങ്കിൽ നമ്മുടെ മനസ്സ് കർത്താവിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കണം. അതല്ലാതെ എല്ലായ്പ്പോഴും നടക്കുന്ന ഓരോരോ ആകുലതകളും പ്രശ്നങ്ങളും അതിന് നടുവിൽ എപ്പോഴും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. കൊലോസ്യ ലേഖനം 3:2 സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. നിങ്ങളുടെ മനസ്സ്
ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഫിലിപ്പി ലേഖനം 4:8 തിങ്ക് അബൌട്ട് വാട്ട് എവർ ഈസ് ട്രൂ, നോബിൾ, അഡ്മയറബിൾ എക്സെട്ര. 8 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ലത് മാത്രം, അതിനെ മാത്രം ചിന്തിക്കുക. റോമാലേഖനം 8:6 ദ മൈൻഡ് ഗവേൺഡ് ബൈ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. നമ്മുടെ മനസ്സ് ഗവേൺഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനസ്സ് ഈസ് ലൈഫ് ആൻഡ് പീസ്. അതാണ് ജീവനും സമാധാനവും. എ സ്റ്റഡി മൈൻഡ് സ്ട്രെങ്തൻസ് ഇന്നർ പീസ്. അപ്പോൾ സ്ഥിരതയുള്ളൊരു മനസ്സിന് എന്ത് ചെയ്യാൻ കഴിയും? സ്ട്രെങ്തൻസ് ഇന്നർ പീസ്, അകത്തുള്ള സമാധാനത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. നമ്പർ 3, പീസ് ഗാർഡ്സ് ദ ഹാർട്ട്. ഈ സമാധാനത്തിന് അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൃദയത്തെ അത് കാത്തു സൂക്ഷിക്കും. ഹൃദയത്തിൻ്റെ കാവൽക്കാരനാണ് സമാധാനം, കാത്തു സൂക്ഷിക്കും. ഗോഡ്സ് പീസ് പ്രൊട്ടക്ട്സ് ദ ഇന്നർ ലൈഫ് ഫ്രം ഫിയർ, സ്ട്രെസ്, ടേമോയിൽ തുടങ്ങിയ എല്ലാത്തിൽ നിന്നും. ദൈവസമാധാനം നമ്മുടെ ഇന്നർ ലൈഫിനെ, നമ്മുടെ ആന്തരിക ജീവിതത്തെ ഭയങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും അതിഭയങ്കരമായ പ്രക്ഷുബ്ധതയുള്ള അവസ്ഥകളിലുമെല്ലാം ദൈവത്തിൻ്റെ സമാധാനത്തെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പ്രൊട്ടക്റ്റ് ചെയ്യും. ദൈവത്തിൻ്റെ സമാധാനം ഇന്നർ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തിൽ നിന്ന്? ഫിയർ, സ്ട്രെസ് ആൻഡ് ടേമോയിൽ. അപ്പോൾ ദൈവസമാധാനം ഉണ്ടെങ്കിൽ അതിനൊരു ഭയങ്കര ഒരു കാവൽ കിട്ടും. ഇതിനു മുമ്പ് പറഞ്ഞ സെൻറ്റൻസ് കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തേക്കണേ. പീസ് ആക്ട്സ് ആസ് എ ഗാർഡ് ദാറ്റ് പ്രിസർവ്സ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആ സ്വസ്ഥത നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഇറ്റ് വിൽ ഗാർഡ് ആൻഡ് പ്രിസർവ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ സ്റ്റെബിലിറ്റി. വൈകാരികവും ആത്മീയവുമായൊരു ഒരു 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 സ്ഥിരതയെ അത് കൊണ്ടുവന്ന് തരും. ചില വചനങ്ങൾ കുറിച്ച് വയ്ക്കണം. ഫിലിപ്പിയൻസ് 4:7 ദ പീസ് ഓഫ് ഗോഡ് വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും, നിലവുകൾ എന്നാണ് ചില സ്ഥലത്തും തോന്നുന്നത്, ഹൃദയങ്ങളെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കും. സാം 29:11 29-ാം സങ്കീർത്തനം 11-ാം വചനത്തിൽ ദ ലോർഡ് ബ്ലെസ്സസ് ഹിസ് പീപ്പിൾ വിത്ത് പീസ്. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം കൊണ്ട് അനുഗ്രഹിക്കും. എന്നല്ലേ? സമാധാനം കൊണ്ട് അനുഗ്രഹിക്കും. എത്ര പേർക്ക് വേണം? വീണ്ടും കൈകൾ ഉയർത്തി പറയാം, ദൈവിക സമാധാനത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പറഞ്ഞേ, ദൈവിക സമാധാനത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഭയങ്കര സ്വസ്ഥത ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാൽ അതിന് നടുവിലും പറയണം, ഇല്ല, കർത്താവ് തൻ്റെ സമാധാനം എനിക്ക് തന്നിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ആ സമാധാനത്തെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയണം. ജോൺ 16:33. യോഹന്നാൻ്റെ സുവിശേഷം 16:33 ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ട്രബിൾ ബട്ട് ടേക്ക് ഹാർട്ട്, I have overcome the world. കണ്ടോ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. യു വിൽ ഹാവ് ട്രബിൾ. ചില ട്രാൻസ്ലേഷനിൽ യു വിൽ ഹാവ് ട്രിബുലേഷൻ ഉണ്ട്, ഈ ലോകത്തിലുണ്ട്. ബട്ട് ടേക്ക് ഹാർട്ട്. എന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഹൃദയം കലങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ഈ ലോകത്തെ ഓവർകം ചെയ്തു. അതൊരു നിസ്സാര സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുക്കരുത്. ഈ ലോകത്തിലുള്ള സകലത്തിൻ്റെ മേലും, ലോകം, ജഡം, പിശാച്, മനുഷ്യർ തുടങ്ങി സകലത്തിൻ്റെയും മുകളിൽ ഒരു ഭയങ്കര ജയം നേടിയെടുത്തവനാണ് നമ്മുടെ ദൈവം. ദൈവസമാധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെല്ലുവിളികളൊന്നും ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാവില്ലെന്നല്ല എൻ്റെ അർത്ഥം. ഗോഡ്സ് പീസ് ഡസ് നോട്ട് റിമൂവ് എവറി ചാലഞ്ച് ബട്ട് സ്ട്രെങ്തൻസ് us to face them. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ അകത്ത് വരുമ്പോൾ ഇനി ഒരു വെല്ലുവിളിയുമില്ല, എല്ലാം ഖുഷിയായിട്ട് ജീവിക്കും എന്ന് ചിന്തിക്കരുത്. അതിന് പകരം ദൈവിക സമാധാനം ചെയ്യുന്നത് ഇറ്റ് സ്ട്രെങ്തൻസ് us to face them. ഈ വെല്ലുവിളികളെ ഇങ്ങനെ പറയാം, വെല്ലുവിളികളെ നേരിടാൻ അത് നമ്മളെ ശക്തീകരിക്കുന്നു.
ഒരു നഗരം, ഒരു സിറ്റി, ആ സിറ്റിക്ക് ചുറ്റും ഒരു സിറ്റി വാൾ ഉണ്ടെന്നിരിക്കട്ടെ. ആ സിറ്റി വാൾ ആണ് ആ സിറ്റിയെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. ശരിയാണോ? അതാണ് ഗാർഡ് ചെയ്യുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ പീസ് കൊണ്ടുള്ളൊരു വാൾ നമ്മുടെ ഹൃദയത്തെ എല്ലാ ഓവർവെൽമിങ് പ്രഷേഴ്സിൽ നിന്ന്, സമ്മർദ്ദങ്ങളിങ്ങനെ വരും, അതിൽ നിന്നും കാത്തു സൂക്ഷിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പേർക്കും സ്ട്രെസ്സ് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നൊരു വെറും ഒരു രോഗമല്ല. രോഗത്തിൻ്റെ പുറകിൽ കിടക്കുന്ന, ആ പ്രശ്നത്തിൻ്റെ പുറകിൽ കിടക്കുന്നൊരു കാരണം നമുക്ക് വരുന്ന സ്ട്രെസ്സും ടെൻഷനും വറിയും ഒക്കെയാണ്. അത് മനസ്സിൽ വന്നിങ്ങനെ അടിച്ചിട്ട്, ടെൻഷൻ അടിച്ചിട്ടാണ് പലപ്പോഴും പലർക്കും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നത്, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം ശരീരത്തെ വരെ നമ്മുടെ മാനസികാവസ്ഥ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇനി നാലാമത്തേത്, പീസ് ബിക്കംസ് എ വിറ്റ്നസ് ടു അതേഴ്സ്. നമ്മുടെ ഹൃദയത്തിലുള്ള സമാധാനം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ്. എ പീസ്ഫുൾ ലൈഫ് ബിക്കംസ് എ ടെസ്റ്റിമണി ടു ദോസ് അറൗണ്ട് അസ്. ഇപ്പോൾ ഒരു പീസ്ഫുൾ ലൈഫ് നമുക്കുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ടെസ്റ്റിമണി ടു ദോസ് അറൗണ്ട് അസ്. ചുറ്റുമുള്ളവർക്ക് അതൊരു ഭയങ്കര ടെസ്റ്റിമണിയായിട്ട് മാറും. വെൻ ബിലീവേഴ്സ് റിമെയിൻ കാം ആൻഡ് ട്രസ്റ്റിംഗ് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, others have the reality of God's presence. ഈ ദൈവവിശ്വാസികളായി ജീവിക്കുന്ന പലരോടും, സാധാരണ ദൈവവിശ്വാസം ഇല്ലാത്തൊരു ഓഫീസിൽ വെച്ചും അയൽപക്കത്തൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം, ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട്? ഇതേ പ്രശ്നത്തിൽ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, പക്ഷെ അതിലെല്ലാറ്റിലും ദൈവം വിടുവിക്കുന്നു. അതുകൊണ്ട് നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും, അങ്ങനെയല്ലേ, ഘോഷങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ അകത്തുള്ള സമാധാനം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാനിക്കാകാത്തത്. റോമൻസ് 12:18, റോമാലേഖനം 12:18 കാണുന്നത്, ആസ് ഫാർ ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ലിവ് അറ്റ് പീസ് വിത്ത് എവറി വൺ. നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യണം? മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുക. കഴിയുന്നിടത്തോളം നിങ്ങൾ മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കണം. ഹീബ്രൂസ് 12:14, മേക്ക് എവറി എഫേർട്ട് ടു ലിവ് ഇൻ പീസ് വിത്ത് ഓൾ പീപ്പിൾ. സർവ്വജനങ്ങളുമായി, സകല മനുഷ്യരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ പൂർണ്ണമായി നന്നായി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 5:9, ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നല്ലൊരു വചനമല്ലേ? അതിൻ്റെ അർത്ഥം പീസ് മേക്കേഴ്സ്. പീസ് എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. തന്നെ വരില്ല, പീസ് ഉണ്ടാക്കണം. പീസ് ബ്രേക്കേഴ്സും ഉണ്ട്, പീസ് മേക്കേഴ്സും ഉണ്ട്. പീസ് സ്പ്രെഡ്സ് ത്രൂ റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട, സമാധാനം, ഞാൻ ആദ്യം പറഞ്ഞില്ല, സമാധാനത്തെ കൊടുക്കാൻ കഴിയും, സമാധാനത്തെ പകരാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് സമാധാനമുണ്ട്, ഭയങ്കര സമാധാനം, ഇയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചുറ്റുമുള്ളവർക്ക് ഈ സമാധാനം കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് ആദ്യം പറഞ്ഞേക്കും. പക്ഷേ നമ്മളൊക്കെ സാറിന് പ്രൈസ് ദ ലോർഡ് അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറയും. തെറ്റല്ല. പക്ഷെ കർത്താവ് പറഞ്ഞ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറവീൻ. എൻ്റെ അർത്ഥം, ആ എന്നിലുള്ള സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണെന്നർത്ഥം. നമുക്ക് എവിടെ നിന്ന് കിട്ടി? യേശുവിൽ നിന്ന് കിട്ടി. യേശു തൻ്റെ സമാധാനം നമുക്ക് തന്നു. നമ്മുടെ അകത്തിരിക്കുന്ന സമാധാനം മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ ഒരു സേയിങ് ഉണ്ട്, എ കാം ലേക്ക് റിഫ്ലെക്ട്സ് ദ സ്കൈ ക്ലിയർലി. ഒരു ശാന്തമായ, എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഓളം വെട്ടാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു ലേക്ക് ഉണ്ടെങ്കിൽ, ഒരു തടാകമുണ്ടെങ്കിൽ അത് ആകാശത്തെ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യും. എപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഓളങ്ങളുള്ളതാണ്, റിപ്പിൾസൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. പക്ഷേ ക്ലിയറായി സ്റ്റിൽ വാട്ടറായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും.
ഇതുപോലെയാണ് ദൈവിക സമാധാനം നമ്മളുണ്ടെങ്കിൽ എ പീസ്ഫുൾ ഹാർട്ട് റിഫ്ലക്ട്സ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ടു അതേഴ്സ്. ഒരു സമാധാനമുള്ളൊരു ഹൃദയം മറ്റുള്ളവർക്ക് ആ ദൈവത്തിൻ്റെ സമാധാനത്തെ മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിച്ചു കൊടുക്കും. നല്ല സമാധാനം, നല്ല സമാധാനം, നല്ല സമാധാനം മറ്റുള്ളവരുടെ കൂടെ പകരം. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ സമാധാനത്തിൻ്റെ ലെവൽ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് സമാധാനം പോകുന്നുണ്ടോ? സമാധാനം ഇല്ലാത്തതുകൊണ്ട് രാത്രി ഉറങ്ങാതിരിക്കുകയാണോ? എന്താണ് അനുഭവം ഒന്ന് പറയാമോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ 2 കൈകളും ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക. ഞാൻ ആദ്യം പ്രാർത്ഥിക്കുമെന്ന് സമാധാനം പകർന്നുകൊണ്ടാണ്. അതിനുശേഷം രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞാൻ കൈനീട്ടി പ്രാർത്ഥിക്കുന്നു. ഏത് ഹൃദയത്തിലാണോ സമാധാനമില്ലാത്തത് ഇപ്പോൾ, വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെ, പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല, പക്ഷേ അതിന് നടുവിൽ തന്നെ ഭയങ്കരമായൊരു സമാധാനം ആ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയും, ഞാൻ സമാധാനത്തെ സ്വീകരിക്കുന്നു. യേശു സമാധാന പ്രഭുവാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് സമാധാനത്തെ സ്വീകരിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഈ ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള വിവിധ രീതിയിലുള്ള രോഗങ്ങൾ, രോഗാണുക്കൾ, ഇൻഫെക്ഷനുകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. അമേൻ, അമേൻ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പക്ഷേ ഓർക്കുക, ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. എൻ്റെ നോട്ട്സൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ. Something exciting is coming your way this April 4th. We're excited to be coming to Thiruvananthapuram on the 4th of April, that is Saturday, for the celebration of the cross.